ഹായ്, എൻ്റെ കൂട്ടുകാരെ എല്ലാം ക്ഷണിക്കുന്നു മോനേസ് കിച്ചണിലേക്ക്. അപ്പം എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞങ്ങൾ ഇന്നൊരു ലഞ്ച് പരിപാടിയാണ്. അപ്പം അതിന് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മീൻകറി, പിന്നെ ഒരു ഇച്ചിരി ചക്കക്കുരു കൊണ്ട് അത് തേങ്ങാപ്പീരിട്ട് വെള്ളയ്ക്ക് നമ്മൾ തോരൻ വയ്ക്കത്തില്ലേ അതും, പിന്നെ ഒരു വെണ്ടയ്ക്ക മസാലക്കറിയാണ്. അപ്പം നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമ്മളെ മീൻകറിക്കുള്ള ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു ചൂടാകട്ടെ. അപ്പം നമുക്ക് അതിന് വേണ്ടുന്ന മസാല ഇടാം. മസാല എന്തുവാ? മുളക് പൊടിയും മല്ലിപ്പൊടിയും. മുളക് പൊടി വേണ്ട, ഇത് കാശ്മീരി മുളക് പൊടി, നമ്മുടെ അല്ലാത്ത എരിവുള്ള മുളകും കൂടെയാണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതൊരു 1 കിലോ മീനാണ്. അപ്പം നമുക്കിതിനൊരു 3.5 സ്പൂൺ, രണ്ടും കൂടെ മിക്സാണ് ഇത് കേട്ടോ. അപ്പം മല്ലിപ്പൊടി 4 സ്പൂൺ ഇടാം. 2, 3, 4. പിന്നെ നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടി, ഈ ചെറിയ സ്പൂണിന് ഇത്രയും, 1 സ്പൂൺ നിറച്ചില്ല കുരുമുളക്. പിന്നെ ഇച്ചിരി മഞ്ഞപ്പൊടി. എന്താ എല്ലാവർക്കും മീൻകറിയൊക്കെ വെക്കാൻ അറിയാവുന്നല്ലേ, പിന്നെ എന്നാലും ഒന്ന് കാണിക്കുന്നു. പിന്നെ നമ്മൾ ഇച്ചിരി ഇഞ്ചി ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിനകത്തോട്ട് ഇടുന്നതുണ്ട്. എന്നിട്ട് നമുക്ക് ഇന്നൊരു ജലദോഷത്തിൻ്റെ ഇതുണ്ട് എനിക്ക് ഇവിടെ. പിന്നെയും തണുപ്പൊക്കെ ആയിട്ടുണ്ട്, തണുപ്പ് പോയിട്ട് പിന്നെയും തണുപ്പുമായി. അപ്പോൾ കാറ്റും ഉണ്ട്, അതുകൊണ്ട് എല്ലാവർക്കും ജലദോഷമാണ്. നമുക്കും ഒരു ചെറിയ ജലദോഷം. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി, ഈ മസാല എല്ലാം കൂടി ഇട്ടൊന്ന് കലക്കി വയ്ക്കും. അപ്പോൾ വായു, നമ്മുടെ എണ്ണ ചൂടായി. അപ്പോൾ നമുക്ക് ഇച്ചിരി കടുക്, ഇച്ചിരി ഉലുവ, ഇത്രയും വെളുത്തുള്ളി, ഇച്ചിരി കറിവേപ്പില, പിന്നെ നമ്മൾ കലക്കി വെച്ച മസാല. ഞാൻ ഇന്നത് പച്ചമുളകും അല്ലാത്ത ഉള്ളി ഒന്നും ഇടത്തില്ല കേട്ടോ, ഇത്രയും ഇടത്തുള്ളൂ. കുടംപുളി ഇട്ടാണ് കറി വെക്കുന്നത്. അപ്പം മസാല ഒന്ന് നല്ലോണം ഇതൊന്ന് ഇളക്കി ഇതിൻ്റെ എണ്ണ തെളിയട്ടെ. എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടുവല്ലോ. അപ്പം നമ്മുടെ മസാലയെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കുടംപുളിയും കൂടെ ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ ആവശ്യമായ വെള്ളവും. പിന്നെ ഉപ്പ്. കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഉപ്പെടുക്കാൻ പോയി ചീൻചട്ടിയെ കൈയും പൊള്ളി കണ്ടോ. അങ്ങനെ സൂക്ഷിക്കാത്തതിന്റെ ഗുണം അങ്ങനെയും കിട്ടി. അപ്പോൾ നമുക്ക് ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇനി നമുക്ക് ചക്കക്കുരുവിൻ്റെ പരിപാടിയൊന്ന് നോക്കാം. അപ്പോൾ നമ്മളിനി ഒരു ചക്കക്കുരു പീരെന്ന് പറഞ്ഞ് ഇങ്ങനെ മഞ്ഞപ്പൊടി ഇടാതെ വെക്കത്തില്ലേ, അങ്ങനെ. അപ്പം ഞങ്ങൾക്ക് തേണ്ട ഒരു ഇത്രയും ചക്കക്കുരു ഇട്ടിട്ടുണ്ട് കേട്ടോ. ചക്കക്കുരു കണ്ടിട്ട് ആരും അതിശയപ്പെടേണ്ട. ഞാനിവിടെ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയപ്പം 1 കിലോ ചക്ക വാങ്ങിച്ചു. ചക്ക വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ അത് മുള്ളും ചകിണിയും പാടയും SR60 കൂടെ കൂടി 1 കിലോ ചക്ക 60 രൂപ കൊടുത്ത് വാങ്ങിച്ചു. അതിൻ്റെ ചക്കക്കുരുവാണ് ഇതിൽ. അതിപ്പം നമ്മുടെ നാട്ടിലെ പോലെ നല്ല വിളഞ്ഞതോ ഇങ്ങനെ പൊടി അങ്ങനെയുള്ളതൊന്നും അല്ല. അപ്പം ഞാനോർത്തത് അല്ലാതെ വയ്ക്കാൻ കൊള്ളത്തില്ല, ഇങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഇതെടുത്ത് വെച്ചത്. അപ്പം അതിനകത്ത് നമുക്ക് ഒരിച്ചിരി തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. ചക്കക്കുരുവിനെക്കാട്ടും കൂടുതൽ തേങ്ങാപ്പീരയുണ്ട്. പിന്നെ ഒരു 4 മുളകുണ്ട്, പച്ചമുളക്, അത് അരിഞ്ഞിട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇച്ചിരി കുഞ്ഞുള്ളി എടുത്തതിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തിട്ടൊന്ന് ചതച്ച് അതിനകത്ത് ഇടണം. അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. അപ്പം നമ്മുടെ മീനിൻ്റെ അരപ്പെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. 1 കിലോ അയിലയായിരുന്നു ഇത് കേട്ടോ.
അപ്പം നമ്മുടെ മീൻകറി വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ചക്കക്കുരുവിനുള്ള പണിയും കൂടെ നോക്കാം. അപ്പം അതിനകത്ത് ഞാൻ തേങ്ങാപ്പീര ഇട്ടു, ഉള്ളി ചതച്ചിട്ടു, പച്ചമുളക് അരിഞ്ഞിട്ടു, പിന്നെ ഉപ്പിട്ടു, കറിവേപ്പില ഇട്ടു. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യട്ടെ. കാരണം ഈ ചക്കക്കുരു നമുക്ക് വേറെ ഇങ്ങനെ കറിയൊന്നും വെക്കാൻ കൊള്ളില്ല. കാരണം അതിങ്ങനെ പൊട്ടിയൊക്കെ കുരുവല്ലേ. അപ്പം ഇതിന് നല്ലതായത്, അതിനാണ് ഞാൻ ഇതിങ്ങനെ ചെയ്തത്. നാട്ടിലൊക്കെ ഇപ്പം ഇഷ്ടത്തിന് ചക്കക്കുരു ഒക്കെ ഉള്ള സമയമാണ്. ഇവിടെ കണ്ടോ 60 രൂപ കൊടുത്തിട്ടുള്ള മടലും ചകണിയും പൂഞ്ഞും എല്ലാം കൂടെ വാങ്ങിക്കുന്നത്. വാങ്ങിച്ചതിനകത്തുനിന്ന് കിട്ടിയ ചക്കക്കുരുവാണ് ഇത്ര. അപ്പം ഇതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. ഇച്ചിരി വെള്ളം കൂടെ വേണം. അപ്പം നമ്മുടെ ചക്കക്കുരു എല്ലാം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് വെന്ത് വരട്ടെ. അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക മസാലക്കറി വെക്കാനുള്ള ഇത് എടുത്ത് കട്ട് ചെയ്തുകൊണ്ട് വരാം. അപ്പം നമ്മുടെ മീനും ചക്കക്കുരു വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക മസാലയും കൂടെ ഉണ്ടാക്കാം. അപ്പം അതിന് കടുകിട്ട് കൊടുക്കാം. ഗരം കടുക് കൊടുക്കും. അതെന്താണെന്നറിയാമോ? അതറിയത്തില്ലയോ? അതിപ്പോ പറയാം. ഇതൊക്കെ കൊണ്ടിട്ടിട്ടാണ്. അപ്പൊ വെണ്ടയ്ക്കയും ഒരു 4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തോട്ട് ഇടും. കാരണം നമുക്ക് ഇത് അതിനെ ഒന്ന് വഴറ്റി കൊടുക്കണമേ നല്ലോണം. കാരണം അപ്പൊ ഇതിന്റെ ആ ഈ ഒരു വെണ്ടയ്ക്കൊക്കെ ഒരു ഇഴവ് പോലും അതൊന്നും മാറും. ഇത് എണ്ണയ്ക്കകത്ത് ആദ്യം നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റാം. വഴന്ന് വരുമ്പോഴത്തേക്ക് ഞാൻ അതെന്തോന്നോ പറയാം. നമ്മള് നാട്ടിൽ നിന്നൊക്കെ ഇവിടെ വരത്തില്ലയോ ഡൽഹിയില. ഡൽഹി വന്നപ്പോ നീ കേൾക്കുവാണോ? ഇതിങ്ങനെ ഇരുന്ന് ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോഴത്തേക്ക് എന്താണെന്നറിയോ, ഇത് നാട്ടിൽ നിന്ന് നമ്മള് ഡൽഹി വരുമ്പോ നമുക്ക് ഹിന്ദി അറിയത്തില്ലല്ലോ. അപ്പൊ നമുക്ക് ആർക്കും അറിയാം, നമുക്കും അറിയത്തില്ല, എനിക്കും അറിയത്തില്ല, നമുക്ക് കൂട്ടുകാർക്കും ഒന്നും ഹിന്ദി അറിയത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, പിന്നെ അപ്പൊ ആദ്യം നമ്മളെല്ലാം വരുമ്പോ ഇവിടെ വരുമ്പോ പഠിക്കുന്ന എന്താണെന്നറിയോ, സബ്ജിയുടെ പേരുകളും പിന്നെ വണ്ടിയുടെ നമ്പരും. ഇവിടെ വണ്ടിയുടെ നമ്പരല്ലേ 912, 916 ഇങ്ങനത്തെ നമ്പരല്ലയോ. അപ്പം നമ്മൾ അത് ആദ്യമേ പഠിക്കും. പച്ചക്കറിയുടെ എല്ലാം പേര് പഠിച്ചു വെക്കും, സാധനങ്ങളുടെ ഒക്കെ പേര് പഠിച്ചു വെക്കും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലേ നമുക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റത്തുള്ളൂ. എവിടെയെങ്കിലും പോകണമെങ്കിൽ വണ്ടി നമ്പർ വേണം, പിന്നെ കടകളിൽ പോണ സാധനങ്ങളുടെ പേരറിയണം. അപ്പം അങ്ങനെ നമ്മൾ അങ്ങനെയൊക്കെ പഠിച്ചത്. അപ്പം നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത് അത് നമ്മൾ വേറെ ഒരു താമസിച്ചു. അവിടെ താമസിച്ചിട്ട് ഒരു അപ്പാപ്പനും അമ്മമ്മയുടെ കടയുണ്ടായിരുന്നു, പലചരക്ക് കട. അപ്പോഴത്തേക്ക് ഞാൻ കുറെ പഠിച്ചു. മൊത്തം ഇപ്പോഴും നമ്മൾ പെർഫെക്റ്റ് ആകുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇപ്പോഴും നമ്മൾ പിന്നെ ഞാൻ ജോലിക്ക് പോകുന്നിടത്ത് അവർ പറയുമായിരുന്നു, എന്നെ അവിടുത്തെ എൻ്റെ ഇൻചാർജ് പറഞ്ഞ് ഇവിടെ മോട്ടി ഇതാന്ന് വിളിക്കുന്നത്. പറയും ഇവിടെ ഒരു മോട്ടിയുണ്ട്, ആണിനെ പെണ്ണാക്കും പെണ്ണിനെ ആണാക്കും, എന്നെ പറഞ്ഞ് കളിയാക്കുന്നായിരുന്നു. അപ്പം അതങ്ങനെ നിൽക്കട്ടെ. അപ്പം നമ്മളെന്ത് ചെയ്യും, അപ്പം ഇങ്ങനെയാണ്. അപ്പം നമ്മുടെ വീടിനടുത്ത് 2 പെൺപിള്ളേർ വന്നു. നാട്ടിൽ നിന്ന് പഠിത്തമെല്ലാം കഴിഞ്ഞിട്ട് വന്നതാണ്, ജോലിക്ക് വേണ്ടി വന്നത്. അപ്പോൾ കൊച്ചുങ്ങൾ 2 തന്നെ വന്ന് റൂമൊക്കെ എടുത്ത് താമസിച്ചുകൊണ്ടിരുന്നപ്പം സാധനം വയ്ക്കാൻ പോകണം. അപ്പം ഈ അപ്പാപ്പൻ്റെ കടയിൽ പോയി സാധനം വയ്ക്കാൻ അവിടെ ചെന്നപ്പോൾ കടുക് വേണോ പുള്ളിക്കടുത്തേക്ക്, കടുകിൻ്റെ വേഗം അവർക്ക് പോയി. അപ്പോൾ വീട്ടിൽ നിന്ന് വേഗം ഓർത്ത് വന്നതാണ്. അവിടെ വന്നപ്പോൾ പോയി. അപ്പം അപ്പാപ്പനോട് മുട്ട വേണം. ഇപ്പം മുട്ടയ്ക്ക് പുള്ളി ഇങ്ങനെ കാണിച്ചു, അങ്കിൾജി ഇങ്ങനെ കാണിച്ചു. കടുകിൻ്റെ ഇത് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ പറഞ്ഞേ, അങ്കിൾജി ഗരം ദേൽ ഗഡുബട് കേട്ടോ. അപ്പം കടുക് ചൂടായ എണ്ണയിലിടുമ്പോ പൊട്ടത്തില്ലയോ, അതിനാ പറഞ്ഞ ഗരം ദേൽ ഗഡുബട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം അതിനിട്ട് പുള്ളിക്ക് പിടി കിട്ടിയില്ല. അപ്പം പുള്ളിക്ക് കുറച്ചൊക്കെ ഈ നമ്മുടെ മലയാളികൾ എന്ന് ആക്ട് ചെയ്യുന്നതൊക്കെ മനസ്സിലാകും, പക്ഷെ എന്നിട്ട് പിടിയില്ല. അപ്പോഴാണ് ഞാൻ അങ്ങോട്ട് ചെയ്യുന്നത് കടയില്. അപ്പോഴത്തേക്ക് നമ്മൾ ഇതൊക്കെ പഠിച്ചു കേട്ടോ. കുറച്ചൊക്കെ പെർഫെക്റ്റ് ആയാലും പിടിച്ചു നിൽക്കാൻ പഠിച്ചു അവിടുന്ന്. അപ്പൊ അങ്ങേര് ഇങ്ങനെ ആ കൊച്ചിനോട് ആക്ട് കാണിച്ചിട്ട് പറഞ്ഞു, അവളോട് പറയാൻ പറഞ്ഞു. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്താ വേണ്ടുന്നത്, എന്താ പറയുന്നതെന്ന് ചോദിച്ചപ്പോ കൊച്ചു പറഞ്ഞു, ഇതുവരെ ചേച്ചി എനിക്ക് കടുക വേണ്ടുന്നത്. അപ്പൊ ഞാൻ അങ്ങേരോട് പറഞ്ഞു കൊടുത്തു, കടുക വേണ്ടുന്നേന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനത്തെ അതാ അതിപ്പോ പെട്ടെന്ന് ഓർമ്മ വന്നത്. അതാ എണ്ണയെ കൊണ്ട് ചൂടായപ്പോ കടുകിട്ടപ്പോ അറിയാതെ മനസ്സിൽ വന്നതാ പെട്ടെന്ന് ഗരം ദേൽ ഗഡുബിടും. അയ്യോ അങ്ങനെയൊക്കെ ഒത്തിരി ചിരിക്കുമായിരുന്നൊക്കെ, ഒത്തിരി ഹിന്ദി അറിയാൻ വയ്യാതെയോ എന്തെല്ലാമായിരുന്നോ പറയുന്നത്. അങ്ങനെ കഥകളൊക്കെ
കുറേ ഉണ്ട് പണ്ടത്തെ. ഇപ്പം അതൊക്കെ ഓർക്കുമ്പോൾ ചിരി. അത് അന്നതൊക്കെ അതും നല്ല രസമായിരുന്നു അതൊക്കെ. ഇന്ന് ആ വല്യപ്പനും ഇല്ല, വല്യമ്മയില്ല, അപ്പാപ്പനും അമ്മയും. ഇപ്പം അവരുടെ മക്കളൊക്കെ, പക്ഷെ അവർ കടയൊന്നും നടത്തുന്നില്ലെന്ന് തോന്നുന്നു. നമ്മളവിടെ ഇങ്ങോട്ടേക്ക് മാറി, പക്ഷെ അവർ കടകളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഒന്ന് നോക്കിക്കേ, ഇച്ചിരി മൂത്ത് വന്നിട്ടുണ്ട്. കുറയ്ക്കാണ്ട. ഇപ്പം അതിനുള്ള വഴുവഴുപ്പൊന്നുമില്ല, കണ്ടോ? ആ എണ്ണയിൽ കിടന്ന് അതങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ കൂടെ തക്കാളിക്ക് സവാളയാണ്, 2 സവാള കട്ട് ചെയ്തത്. ഞാനിത് വേറൊരു കറി വെക്കണമെന്നും പറഞ്ഞായിരുന്നു, പക്ഷെ പെട്ടെന്ന് പ്ലാൻ മാറ്റി. അപ്പോഴാണ് വെണ്ടയ്ക്ക മസാലയാക്കി. അതിന് വേറൊരു ദോശ ഇടാം. ഇത് കറിവേപ്പിലയിടാം. ഇതൊക്കെ 3-4 പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. കഥ പറഞ്ഞു കൂട്ടുന്നത് അത് പറഞ്ഞോന്ന് അറിയത്തില്ല. കറിവേപ്പില ഇട്ടു. ഉള്ളി ഒന്ന് വഴന്നു വേണം. പിള്ളേർ സെറ്റിനെല്ലാം, ഒന്നിനല്ല എല്ലാ പിള്ളേർ സെറ്റിനും വെണ്ടയ്ക്ക ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് അറിയത്തില്ല. അപ്പം നമ്മുടെ വെണ്ടയ്ക്കായി ഉള്ളിയും പച്ചമുളകും നല്ലോണം വഴന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അതിനകത്ത് ബാക്കി മസാലകൾ ഇട്ട് കൊടുക്കാം. അപ്പം ഇതിന് വേണ്ട 1.5 സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടിയാണ് ഇതിന് കൂടുതൽ വേണ്ടുന്നത്. അപ്പം ഇതിന് നമ്മൾ 3 സ്പൂണ് മല്ലിപ്പൊടി, ചില മഞ്ഞപ്പൊടി, ഇനി നമുക്ക് നമ്മുടെ പെരുംജീരകം ഞാനിങ്ങനെ പൊടിച്ച് വെച്ചിരുന്നാണ്, അതും കൂടി ഇടുന്നുണ്ട്. മുളക് പൊടിയെല്ലാം ഒന്ന് മൂത്തിട്ടുണ്ട്. മസാല. അപ്പം ഇനി നമുക്ക് അതിന് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഇപ്പം വെണ്ടയ്ക്ക ഉള്ളിയെല്ലാം നല്ലോണം വെന്തതായതുകൊണ്ട് അധികം വെള്ളം വേണ്ട നമുക്ക്. കാരണം ഇതിൻ്റെ ഈ മസാല ഒന്ന് വെന്ത് കുറുകി വന്നാൽ മതി. ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിവിടെ നിന്നൊന്ന് വെന്ത് കുറുകി വരട്ടെ. അപ്പം നമുക്ക് നമ്മുടെ ചക്കക്കുരു വെന്തിട്ടുണ്ടെങ്കിൽ അതിനൊന്ന് ബാക്കി കൂടെ എണ്ണയൊക്കെ ഒഴിച്ചെടുക്കണം. അപ്പം നമ്മുടെ മീൻകറി കണ്ടോ ഇപ്പം വെന്ത് കിട്ടും. അതോടൊപ്പം തന്നെ നമ്മുടെ ചക്കക്കുരു വെന്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് കടു വറുത്ത് ഒഴിക്കുന്നില്ല, നമ്മൾ അതിൻ്റെ ഇച്ചിരി എണ്ണ അല്ലാതെ ഒഴിച്ചു കൊടുക്കും. ഇങ്ങനെ എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത്രയേ ഉള്ളൂ കാര്യം, സംഭവം. ചക്കക്കുരു റെഡിയായി. ഇനി നമ്മുടെ മസാലക്കറി മീൻകറിയും കൂടെ ഒന്ന് വേകട്ടെ. എന്നിട്ട് നമുക്ക് ചോറൊക്കെ ഉണ്ണണം. അപ്പം നമ്മുടെ വെണ്ടയ്ക്ക മസാലക്കറി ഇതേണ്ട അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ഇതൊക്കെ നമുക്കൊരു വേറൊരു പാത്രത്തിലോട്ടൊക്കെ ഒന്ന് ആക്കണം. ലഞ്ച് കഴിക്കണം. ഇതൊക്കെയാണ് ഇനി മണി. പിന്നെ ഒരു കാര്യം, എല്ലാവരോടും എൻ്റെ കൂട്ടുകാരോടും എല്ലാം എൻ്റെ സബ്സ്ക്രൈബറൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പം എനിക്ക് ലൈക്കും ഇതുമൊക്കെ ചെയ്തു തന്ന എല്ലാവരോടും ഒത്തിരി സ്നേഹം അറിയിക്കുന്നു, എൻ്റെ സബ്സ്ക്രൈബറോടും. അപ്പം മുൻപോട്ടും ഞങ്ങളുടെ ഈ ലഞ്ചൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ, ഞങ്ങളുടെ വെണ്ടയ്ക്കക്കറി, ഞങ്ങളുടെ മീൻകറി, ചക്കക്കുരുത്തോരൻ എല്ലാം ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം നമ്മുടെ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. മീൻകറി, ചക്കക്കുരുത്തോരൻ, വെണ്ടയ്ക്ക മസാലക്കറി, ഇച്ചിരി പപ്പടം കൂടെ ഉണ്ടാക്കി, പപ്പടം ഇത്ര ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും ഇനിയൊന്ന് ചോറുണ്ടേ. നിങ്ങളൊക്കെ ചോറുണ്ടോ? അപ്പം ചോറുണ്ടില്ലെങ്കിൽ എല്ലാവരും ഊണ് കഴിക്കുക. അപ്പം ഞങ്ങൾ വന്നിട്ട് ഊണൊക്കെ കഴിച്ചിട്ട് വരട്ടെ. അപ്പം ഇന്നത്തെ ലഞ്ച് ഇതാണ് ഞങ്ങളുടേത്. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്നുകൂടി പറയുന്നു, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞങ്ങൾ ചോറൊക്കെ കഴിച്ചിട്ട് വരാം കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.